ഈ തണുപ്പത്ത് കിളിച്ച കുറച്ച് ഉള്ളിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഓംലെറ്റ് അത് വെച്ചൊന്ന് അടിക്കുക. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, വീട്ടിൽ തന്നെ ഉണ്ടായ സ്പ്രിംഗ് ഓണിയൻ ഓംലെറ്റ് അടിക്കുക കേട്ടോ. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഫ്രഷ് ആയിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കൊണ്ടുള്ള ഓംലെറ്റ്. ഇത് ലഞ്ചിന് വേണ്ടിയാണ് ഞാൻ പൊങ്കലായിരുന്നു ഉണ്ടാക്കുന്നത്. തമിഴ്നാടുകാരുടെ സ്പെഷ്യൽ, നമ്മുടെ അരിയും ചെറുപയർ പരിപ്പും നെയ്യും കുരുമുളകും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കത്തില്ലേ. ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവിടെ ഓൾമോസ്റ്റ് മിക്ക ദിവസവും ഉണ്ടായിരുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഈ നെയ്യ് ഞാൻ നേരത്തെ ബ്ലോഗിൽ കാണിച്ചിരുന്നു. ദസിഗി എന്ന് പറഞ്ഞ് വാങ്ങിയ നെയ്യാണ്. നല്ല ഫ്രഷ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചു. അത് വെച്ചാണ് നമ്മുടെ പൊങ്കൽ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ നെയ്യ്. ഇത് വെച്ച് ഞാൻ ആദ്യം നമ്മുടെ ബ്രൗൺ ബ്രെഡ് എടുത്തൊന്ന് ടോസ്റ്റ് ചെയ്തായിരുന്നു. ഉദ്ഘാടനം അങ്ങനെ ചെയ്തതാണ്. പ്രത്യേകിച്ച് വലിയ മണമോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല കളറുണ്ട്, വേറൊരു മയമാട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കലിന് വേണ്ടി ഞാൻ കോമ്പിനേഷൻ സാമ്പാർ ആയതുകൊണ്ട് കുറച്ച് സാമ്പാർ വെച്ചു. കൂടെ തമിഴ്നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിയൽ, അവരുടെ ഒരു, നമ്മുടെ ഇവിടെയൊക്കെ ആലു ജീര നോർത്ത് ഇന്ത്യ പറയും, നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, അതും ഇതിൻ്റെ കൂടെ നമ്മുടെ ഹോസ്റ്റലിൽ കിട്ടിയിരുന്നതായതുകൊണ്ട് അതും വെച്ചു. ഈ കറുത്തിരിക്കുന്ന നാരങ്ങ അമ്മ ഇവിടെ വന്നപ്പോൾ ഇട്ട് തന്നിട്ട് പോയതാണ്. ഇപ്പം ഞാനത് തുറന്നു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ കൂടുതലായി സംഭവം. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഇതാ നമ്മുടെ പൊങ്കൽ റെഡിയായി. പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഞാനങ്ങനെ വലുതായിട്ട് സാരി ഉടുക്കാത്ത ഒരാളാണ്. വളരെ റെയറായിട്ടാണ് സാരി ഉടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ സാരി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജിൽ നിന്ന് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുത്തിയതാട്ടോ. ഈ കളർ കോംബോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിതിന് മുന്നേ ഞാൻ പണ്ട് ഇതിൻ്റെ തിരിച്ച്, അതായത് പച്ച ബോഡിയും സൈഡ് ബോർഡർ മെറൂണും ആയിട്ടുള്ളൊരു സാരി എനിക്ക് ചേരുന്ന കളറായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലൊരു കളർ നോക്കിയിരുന്നതാ. അപ്പോൾ അങ്ങനെ ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ലൈറ്റ് രാത്രിയിലായതുകൊണ്ട് കുറവായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു റെഡിഷ് പിന്നെ ഗ്രീൻ. അതാണ് സാരി. DTDC വഴി ഒരാഴ്ച കൊണ്ട് ഇനി കിട്ടി കേട്ടോ. നല്ലൊരു പേജായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന നല്ല പേജും പൊട്ടിക്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഗോതമ്പ് ദോശ. നമുക്ക് നെയ്യുള്ളതുകൊണ്ട് പിന്നെ അതും അതിൻ്റെ കൂടെ സ്റ്റീവിയയും കൂടി ഇട്ട് ചുരുട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് 10 മണിയായിട്ടും ഇതായിരുന്നു ഒരവസ്ഥ. ഇന്ന് കുറച്ച് നേരം ഫോഗ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് സൂര്യൻ വന്ന് തെളിഞ്ഞത്. ഇഞ്ചിച്ചായ ആസ് യൂഷ്വൽ ഞാനൊരു 2-3 ഇപ്പോൾ കുടിക്കും കേട്ടോ. കാരണം ഒരു പ്രത്യേക സുഖമാണ് ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗോതമ്പ് ദോശയിൽ സ്റ്റീവിയാണ് ഞാൻ ഇട്ടത്. ഇതിനകത്ത് ശർക്കരപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാനത് ഇതാണ് ഇട്ടത്. ഇതിന് കുറച്ചും കൂടെ ഒരു മധുരം മുന്നോട്ടാണ്. അത് ചുരുട്ടിയിട്ട് അങ്കു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ് കഴിച്ചത്. ഒരാൾക്ക് റെഡിയായി ഇറങ്ങി. വെള്ളിയാഴ്ച ആട്ടോ. വെള്ളിയാഴ്ച ഒരാൾക്ക് ഈ യൂണിഫോമാണ്. അങ്കു ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ചൂടോടെ കുറച്ച് അവൽ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അവൽ ശരിക്കും പ്രോബയോട്ടിക്കാണ്. തണുപ്പത്ത് എല്ലാ സമയത്തും നല്ലതാണ് പിള്ളേർക്ക്. നമുക്കൊക്കെ നല്ല സംഭവമല്ലേ അവൽ. എൻ്റെ കയ്യിൽ വെള്ള അവലാണ്. പാലും ഇരിപ്പുണ്ടായിരുന്നു. പാലിൽ വെള്ള അവൽ ജസ്റ്റ് ഒന്ന് കഴുകി കുതിർത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിടാം. എൻ്റെ പാലിന് നല്ല നെയ്യുള്ള പാലായതുകൊണ്ട് ഞാൻ ഒന്ന് കുതിർത്തിയായി ഇട്ട് കൊടുത്തത്. ഇടയ്ക്കൂടെ കുറച്ച് അരി ഉഴുന്നും ഇട്ടതും കൂടെ അങ്ങ് അരച്ച് വെച്ചു. 3 ദിവസം പിടിക്കും കേട്ടോ. ഇവിടെ ദോശയോ ഇഡലിയോ 3 ദിവസവും കുറച്ച് പാടാണ്. എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പുളിപ്പിച്ചെടുക്കാം. ദോശയൊക്കെ നമുക്ക് കഴിക്കാതെ പറ്റത്തില്ലല്ലോ. നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു ഈ വൈപ്പറിട്ട് ഇങ്ങനെ തുടച്ചാൽ മതിയെന്ന്. കാരണം അവർ ചൂടുവെള്ളത്തിൽ തന്നെയാണ് തുടയ്ക്കുന്നതെങ്കിലും അവർക്ക് നമുക്ക് എന്തായാലും വൃത്തിയായാൽ മതിയല്ലോ. നമ്മുടെ അവൽ പായസം ഇരുന്ന് കുറുകി സെറ്റായി. നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റാട്ടോ ഇതിന്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ വരട്ടിയിടാം. എനിക്ക് പാലിൽ നെയ്യിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഏലക്കായ ഇട്ട് സിമ്പിളാണ്. ശർക്കരപ്പൊടി ഇട്ട് കൊടുത്ത പഞ്ചസാര അല്ല. അതാ ഈ കളർ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഭയങ്കര മുഖം ഒരുമാതിരി ഇങ്ങനെ വരണ്ട് വരുന്നതുകൊണ്ട് സോപ്പ് അങ്ങനെ തേക്കാറില്ല. കാരണം തണുപ്പത്ത് സോപ്പ് എനിക്ക് അത്ര പറ്റത്തുകൊണ്ട് ഇത് കസ്തൂരി മഞ്ഞളും മുൾട്ടാണി മിട്ടിയും പനിനീരും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇടത്തേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയട്ടോ. ഇതാണിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു, കുറച്ച് TV എന്തെങ്കിലും ഒന്ന് നോക്കിയതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കാമെന്ന് വെച്ച് കയറിയിട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല. പെട്ടെന്നൊരു കുക്കർ ചിക്കൻ കറി, ബോൺലെസ് ചിക്കൻ കറി വെച്ചു. ചപ്പാത്തിയുടെ മാവ് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് കുഴച്ച് വെച്ചായിരുന്നു. അല്ലെങ്കിൽ മടിയാണ്, രാത്രി നടക്കത്തില്ല. അതും സെറ്റാക്കി.
അപ്പം നമ്മുടെ പുറത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അതെ, കടുക് ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് പൂത്ത് ഫസ്റ്റ് സെറ്റാന്ന് തോന്നുന്നു, ചില സ്ഥലങ്ങളിൽ അത് മുളച്ച് വരുന്നതേ ഉള്ളൂ. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അത് എന്താ പറയുക, കൊയ്യാറൊക്കെ ആവും, കംപ്ലീറ്റ് കടുക് പാടും കേട്ടോ. ഇത് ഫസ്റ്റ് സെറ്റാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി. പിന്നെ അല്ലാതെ നമ്മുടെ ടൗൺഷിപ്പിലെ പൂക്കൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസ് പൂക്കൾ ഇത് ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആട്ടോ. നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ആണ്, അല്ല, നമ്മുടെ ഇവിടൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്ന അവര് നല്ല ഭംഗിയുള്ള ജമന്തി പൂക്കൾ പോലത്തെ എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ കിട്ടത്തില്ല, അതുപോലൊക്കെ. എന്താ ഈ പൂവിന്റെ പേരെന്ന് അറിയത്തില്ല, ഡാലിയോ സീനിയോ, സംഭവം സൂപ്പർ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഇവിടം വരെ ആയി. ക്രിസ്മസിന്റെ ഫസ്റ്റ് ഒരു കേക്ക് ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കി കേട്ടോ. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന രീതി തന്നെ, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടെന്നേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ക്രിസ്മസ് കേക്ക് എന്ന് പറയാം. ഉണ്ടാക്കി പീസ് ചെയ്ത് വെച്ചു. ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ വരാൻ പോവല്ലേ, അങ്ങനെ ഈ വർഷവും കഴിയാൻ പോവാണ്, നമ്മുടെ 2026 വരാൻ പോവല്ലേ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഒരു ദിവസം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.